ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിച്ചമ്മന്തിയാക്കിയാൽ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 30 ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി, 6 പച്ചമുളക്, ഒരു തണ്ട് കരിവേപ്പില, ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പിഴുപുളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പിഴുപുളി ഒരു 4 ടേബിൾ സ്പൂണ് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. അതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ ഇത് ചതയ്ക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത്. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ചതയ്ക്കുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പച്ചമുളകും കരിവേപ്പിലയും ഉപ്പും കൂടെ ആദ്യമേ ഇട്ട് ചതയ്ക്കാം. അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് ചതച്ച് കൊടുക്കാം. അതെല്ലാം ചതഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാവുന്നതാണ്. ചതച്ചെടുത്തതിന് ശേഷം നമുക്കത് ഒരു ബൗളെടുത്ത് അതിലേക്ക് കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പിഴുപുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് പിഴുപുള്ളിയും ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതിനകത്ത് ഉപ്പും എരിയും പുളിയും ഒക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എപ്പോഴും നിങ്ങൾ നേരത്തെ ഉപ്പ് ചേർത്താണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾ ചതച്ചെടുക്കുക തന്നെ ചെയ്യണം. ചോപ്പ് ചെയ്യുകയോ അരയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. അതിൻ്റെ രുചി വ്യത്യാസമാണ്. അതിന് ശേഷം നിങ്ങൾക്കിത് പുഴുക്കിൻ്റെ കൂടെ ചെറിയ ചൂടുള്ള ചോറിൻ്റെ കൂടെയൊക്കെയും കഴിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.